നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ കുറേ ബ്ലോക്കുകൾ നമ്മൾ കണ്ടു. ഓണമാണ്, അത് സ്വാഭാവികമായ ഓണത്തിൻ്റേതായൊരു തിരക്കും കൂടി ഉണ്ട്. എങ്കിലും തിരക്കൊഴിയാത്ത സ്ഥലങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എന്തൊക്കെ ചെയ്താലും തിരക്ക് ധാരാളമുള്ള ചില ഏരിയകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ആലുവ. അതാ ഈ പാലം. ഇവിടെ ആകെ ഒരു പാലം ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയുടെ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പാലം കൂടി വന്നു. പക്ഷെ ഇവിടെ പാലം പണിയുകയാണോ ചെയ്തത്, പാലത്തിൻ്റെ ഭംഗി നിലനിർത്താൻ ശ്രമിക്കുകയാണോ ചെയ്തതെന്നുള്ളതാണ് വിഷയം. കാരണം വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു സംവിധാനം അവർ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ അത്രയും വീതിയുണ്ട്. ആ വീതിയിൽ തന്നെ അവിടെ പാലം ഒരുക്കിയിരുന്നെങ്കിൽ തന്നെയുമല്ല, ആ പാലം ഇറങ്ങുമ്പോൾ തന്നെ ഒരു സിഗ്നലും ഉണ്ട്. ഇത് ആലുവ മാർത്താണ്ഡവർമ്മ പാലം, നമ്മുടെ ശിവരാത്രി മണപ്പുറത്തേക്കൊക്കെ പോകുന്ന ഭവണി പാലം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ആ ഭാഗത്തോട്ട് പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ബ്ലോക്കുകൾ ഞെരുങ്ങി വന്ന് അവിടെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ ആ സിഗ്നലിൽ പെടും വണ്ടികളൊക്കെ. പിന്നെ ആ സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വണ്ടി അത്യാവശ്യം എടുത്തിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തന്നെ അടുത്ത സിഗ്നലായി, പറവൂരിൻ്റെ സിഗ്നലായി. പിന്നെ ആ സിഗ്നലിൽ കുടുങ്ങും. പിന്നെ ആ സിഗ്നലും കടന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ട് പോകാം. പിന്നെ നമുക്ക് വരുന്നൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് അങ്കമാലിയിലേക്ക് എത്തുമ്പോഴാണ്. അവിടെയാണ് പിന്നെ ബ്ലോക്കുകളുള്ളത്. അപ്പോൾ നമ്മൾ പാലം ഒരു വിധത്തിൽ കടന്നു വന്നു, സിഗ്നലിൽ വീണു. അപ്പോൾ ഈ സിഗ്നലിൽ ഇവിടെ വണ്ടി ബ്ലോക്കാകുമ്പോൾ ആ പാലത്തിലും അവിടെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ ഇവിടെ നിന്ന് മാറിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. അത് ഈ കൊങ്ങോർപ്പുള്ളി ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ ഈ കൊങ്ങോർപ്പുള്ളി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെ യൂട്ടേൺ എടുത്ത് വിടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഈ പാലം കടന്നങ്ങാട് വേഗം പോയിക്കോളും വണ്ടികൾ. കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ പാലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര പ്ലാനിങ്ങിലാണ്. അവിടെയൊക്കെ പാലം ഉണ്ടാക്കണം. കാരണം അവിടെ പിന്നെ പൈസ അടിച്ചു മാറ്റുന്ന പരിപാടിയല്ല. അവിടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് അവരടിച്ചു മാറ്റുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ജനങ്ങളെ ഉള്ളതിൽ നിന്നെല്ലാം പിഴിഞ്ഞെടുത്തുകൊണ്ടാണ് സർക്കാർ നിലനിൽക്കുന്നത്.